നിലമ്പൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പൊടിപ്പാറ പറഞ്ഞവര് അവിടെ രണ്ട് മുന്നണികൾ തമ്മിലുള്ള ശക്തമായിട്ടുള്ള പോരാട്ടമാണ്. LDFും UDFും ആണ് അവിടെ മുന്നിൽ നിൽക്കുന്നത്. മറ്റുള്ളവരൊക്കെ മത്സരിക്കുന്നുണ്ടെങ്കിൽ പോലും BJP കാര്യമായിട്ട് മത്സരിക്കുന്നുണ്ട്. അവര് ക്രിസ്ത്യൻ വോട്ടുകൾക്ക് വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊക്കെയുള്ള വോട്ട് ഷെയർ ഇതുവരെയുള്ളത് നമുക്കറിയാം. അതിനപ്പുറത്തേക്ക് കടക്കില്ല എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമൊന്നുമില്ല. കാരണം 4 മുതൽ 7% വരെയാണ് അവർക്ക് പല ഘട്ടങ്ങളിലായിട്ട് കിട്ടിയിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് BJPക്ക് പോകാൻ കഴിയില്ല. അൻവർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി, മുൻ MLA, അദ്ദേഹത്തിന്റെ സാന്നിധ്യമാണ് ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ടുള്ളത്. അൻവർ LDFിൽ നിന്നും പിണങ്ങിയിട്ട് പിണറായിക്കെതിരെ രൂക്ഷമായിട്ട് പറഞ്ഞുകൊണ്ട് വരുന്ന സമയത്ത് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും UDF എളുപ്പത്തിൽ ജയിക്കാൻ പറ്റുന്ന മണ്ഡലമാണ്. അൻവർ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് നിരുപാധിക പിന്തുണ കൊടുക്കുമെന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അൻവറിന്റെ വോട്ടും അൻവറിന് കിട്ടാവുന്ന വോട്ടുകളും നേരത്തെ തന്നെ UDFന്റെ മുൻതൂക്കമുള്ള ഒരു മണ്ഡലം എന്ന നിലയിൽ ആ വോട്ടും ചേർന്ന് കഴിഞ്ഞാൽ ഈസി വോക്ക് ഓവർ ആയിട്ട് അവിടെ നടക്കുമായിരുന്നു. പക്ഷെ അതിനിടയിലാണ് അൻവറിനെ മുന്നണിയിലെടുക്കുന്ന പ്രശ്നവും അൻവർ നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയെ അവിടെ തീരുമാനിക്കാത്ത പ്രശ്നവുമൊക്കെ ഉണ്ടായത്. അൻവർ അതോടുകൂടിയിട്ട് നേരത്തെ പറഞ്ഞ പിണറായിസത്തിനേക്കാൾ കൂടുതൽ ശക്തമായിട്ട് ഇപ്പൊ പറയുന്നത് സതീശനിസത്തിലേക്കാണ്. അതായത് സതീശനെതിരെ ഉള്ള അതിരൂക്ഷമായ, സതീശൻ UDF ചെയർമാൻ ആയിരിക്കുന്ന കാലത്തോളം ഇവിടെ പിണറായി സർക്കാരിന് താഴെ ഇറക്കാൻ പറ്റില്ല, പിണറായി അടുത്ത തവണ അധികാരത്തിൽ വരാൻ പറ്റില്ല എന്നൊക്കെ വളരെ കണിശമായി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ UDF സ്ഥാനാർത്ഥിക്കെതിരെ അത് അക്കമിട്ടുകൊണ്ട് 5 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സാമുദായിക വിരുദ്ധനാണ്, ഇസ്ലാം സമുദായത്തിന് എതിരായിട്ടുള്ള ആളാണ്, മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ അപഹസിച്ചയാളാണ്, ഇങ്ങനെ അക്കമിട്ടുകൊണ്ട് 5 കാര്യങ്ങൾ പറഞ്ഞ് അതിരൂക്ഷമായിട്ട് ആക്രമിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അൻവറിന്റെ ലക്ഷ്യം വളരെ കൃത്യമാണ്. അവിടെ ഷൗക്കത്ത് ജയിക്കാൻ പാടില്ല. അതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഷൗക്കത്ത് ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത തവണ അൻവറിന് അവിടെ മത്സരിക്കാൻ വിചാരിച്ചാൽ പോലും UDFുമായിട്ടൊരു ധാരണ ഉണ്ടാക്കിയിട്ട് അവിടെ മത്സരിക്കാൻ തീരുമാനിച്ചാൽ പോലും ആ സീറ്റ് കിട്ടില്ല. ഷൗക്കത്ത് ഒരിക്കലും വിട്ടുകൊടുക്കില്ല. രണ്ടാമത്തെ ഒരു കാര്യം, സതീശനാണ് അദ്ദേഹത്തിന്റെ ശത്രു. അപ്പൊ അതുകൊണ്ട് സതീശനെ പരാജയപ്പെടുത്തണമെങ്കിൽ ഇവിടെ ഷൗക്കത്തിന്റെ പരാജയം ഉറപ്പിക്കണം. സതീശൻ അടുത്ത തവണ നിയമസഭാ കക്ഷിയുടെ നേതാവായിട്ട് ഉണ്ടാവാൻ പാടില്ല. ആ അടുത്ത തെരഞ്ഞെടുപ്പ് 2026 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം UDF ചെയർമാനായിട്ട് ഉണ്ടാവാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസിലെ തന്നെ നല്ലൊരു ശതമാനം ആളുകളുണ്ട്. അവരുടെ കൂടി പിന്തുണയോട് കൂടിയിട്ടാണ് അൻവർ ഇപ്പോൾ സതീശന്റെ തല വെട്ടാനായിട്ട് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അൻവർ എത്രമാത്രം വോട്ട് പിടിക്കും എന്നതിനനുസരിച്ചിരിക്കും UDFന്റെ വിജയവും പരാജയവും നിൽക്കുന്നത്. UDFന് സാധാരണ രീതിയിൽ ഇത്തിരി മേൽക്കൈയുള്ള ഒരു മണ്ഡലമാണ് നിലമ്പൂര്. അവിടെ അൻവറിന്റെ വോട്ട് കൂടി കിട്ടുകയായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ നേട്ടം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. അതിനപ്പുറത്തേക്ക് ഇപ്പൊ അൻവർ UDFന്റെ വോട്ടുകൾ പിടിച്ചെടുക്കാനായിട്ടുള്ള ശ്രമമാണ്. അതിനാദ്യം ശക്തി പ്രകടനമൊക്കെ നടത്തിയിട്ടില്ല. യൂസഫ് പട്ടാനെയൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പോലും അവിടെ അദ്ദേഹത്തിന്റെ ആത്യന്തിക ലക്ഷ്യം, ഈ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം എന്ന് പറയുന്നത് ഈ UDF സ്ഥാനാർത്ഥിയുടെ പരാജയമാണ്. രണ്ടാമത്തെ ഒരു കാര്യമുള്ളത് ജമാഅത്തെ ഇസ്ലാമിയുടെ അവരുടെ പിന്തുണയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള വെൽഫെയർ പാർട്ടി UDFന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചു. അത് അവിടെ അതേ രീതിയിൽ നിർത്തിയാൽ മതിയായിരുന്നു. സാധാരണ രീതിയിൽ ജമാഅത്തെ ഇസ്ലാമി അവർക്ക് 5000 വോട്ട് അവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പിന്തുണയ്ക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ആ 5000 വോട്ടും ഒറ്റയൊന്നു പോലും കുറയാതെ കിട്ടുമെന്നുള്ള കാര്യം സംശയമില്ല. അതിപ്പം വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ അവർ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതിൽ അവരുടെ താല്പര്യമാണ്, ഞങ്ങൾ അതിനെക്കുറിച്ച് പ്രത്യേകമായിട്ടൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ സതീശൻ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ നിലപാട് മാറിയിരിക്കുന്നു. അവരിപ്പോ മതരാഷ്ട്രവാദം ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. മതരാഷ്ട്രവാദം ഒഴിവാക്കിക്കൊണ്ടുള്ള ജമാഅത്തെ ഇസ്ലാമി എന്നത് അത് തീർച്ചയായിട്ടും നമുക്ക് അറിയാവുന്ന പോലെ ജമാഅത്തെ ഇസ്ലാമി അല്ലാതായിരിക്കും. 41-ൽ മൗദൂദിയെ ജമാഅത്തെ ഇസ്ലാമി രൂപീകരിക്കുന്നത് തന്നെ മതവും രാഷ്ട്രീയവും രണ്ടല്ല, വേറെ വേറെ കാര്യങ്ങളല്ല, രണ്ടും ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോ അത് പറയുന്നതോട് കൂടിയിട്ട് ജമാഅത്തെ ഇസ്ലാമിയെ ശക്തമായിട്ട് എതിർക്കുന്ന സുന്നി വിഭാഗം, പ്രത്യേകിച്ച് ഈ ലീഗിനെ പിന്തുണയ്ക്കാറുള്ള, ലീഗിൽ കുറെ നല്ല വോട്ട് ഉള്ള EK വിഭാഗം, അവര്
ഒരിക്കൽ പോലും അത് അംഗീകരിക്കില്ല. AP വിഭാഗം അത് ശക്തമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. EK വിഭാഗത്തിൽ തന്നെ മുക്കമോർഫൈസിയെ പോലുള്ള ആളുകളൊക്കെ പരസ്യമായി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ഒരു പ്രശ്നം കൂടിയുണ്ട്. അപ്പോൾ ജമാഅത്തെ വോട്ട് കിട്ടുമ്പോൾ എത്ര ലീഗിനെ അനുകൂലിക്കാൻ സാധ്യതയുള്ള മുസ്ലിം മറ്റ് ഈ സുന്നി വോട്ടുകൾ ഇപ്പുറത്തേക്ക് തിരിയും എന്നൊരു ചോദ്യം കൂടിയുണ്ട്. അത് അൻവറിലേക്കാണോ തിരിയുക, അതല്ല LDF-ലേക്ക് പോകുന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത ചില ഘടകങ്ങൾ ഇപ്പോൾ ഇവിടെ ജയപരാജയങ്ങളെ തീരുമാനിക്കാനായിട്ട് ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.